തിരുവനന്തപുരം മേയർ വി രാജേഷ് മാധ്യമങ്ങളെ കടന്നു തത്സമയം വരുന്നതാണ്. അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ റേറ്റാണ് മറ്റുള്ള സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതിൽ പരിശോധിക്കണം. MLA ഓഫീസായിട്ട് കൊടുത്തിരിക്കുമ്പോഴേക്കും പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായതുകൊണ്ട് അതിന് ഇളവുകളുണ്ടാകാം. നിയമപരമായി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ജനങ്ങൾ വരുന്നതാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അത് പക്ഷേ ഒരു 300-400 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ബിൽഡിങ് 832 രൂപയ്ക്ക് ശാസ്തമംഗലം പോലത്തെ ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ എവിടെ കിട്ടും? ഇന്നലെ മീറ്റ് ദ പ്രസ്സിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർ ആരെങ്കിലും അറിയാം. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ്. ഇപ്പോൾ സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിന് ഒരു 30 രൂപ മുതൽ 50-60 രൂപ വരെ സ്ക്വയർ ഫീറ്റിനുണ്ട്. 300 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു 50 രൂപ വെച്ചാണെങ്കിൽ മാസം എത്ര രൂപ വരും? എത്ര വരും? 300 സ്ക്വയർ ഫീറ്റ് 50 രൂപ വെച്ചാണെങ്കിൽ 15,000 രൂപ വരും. 15,000 രൂപ വരും. 15,000 രൂപ കിട്ടേണ്ട കോർപ്പറേഷന് കിട്ടേണ്ടതാണ് 832 രൂപ കൊടുത്തിരിക്കുന്നത്. ഞാൻ MLA ഓഫീസായിട്ട് കമ്പയർ ചെയ്യുകയല്ല. നിങ്ങൾ അങ്ങനെ വാർത്ത കൊടുക്കരുത്. ഒരു സ്വകാര്യ വ്യക്തിക്കും ഈ റേറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക്, ഞാൻ വേറെ പോയിന്റിലോട്ടാണ് ഇപ്പോൾ പറയുന്നത്, കോർപ്പറേഷനിലെ 100 കണക്കിന് ബിൽഡിംഗ് കൊടുത്തിരിക്കുന്ന തുക പരിശോധിക്കേണ്ടി വരുമെന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത്. അല്ല, അത് പരിശോധിക്കണം. എനിക്കത് ഈ ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണാതെ ഏത് പീരീഡിൽ കൊടുത്തതാണ്, അതിൽ എത്ര കാലത്തേക്ക് വാടക അടച്ചിട്ടുണ്ട്, എത്ര രൂപ, ഇത് ഒരു രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ 832 പറയുന്നതല്ല. മേയർ ശ്രീ വി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.